ഇതാണ് നമ്മൾ തിരുപ്പതി അമ്പലത്തിലേക്ക് പോണേ മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് നമ്മുടെ വണ്ടിയിലും പോവാം, ഇവരുടെ ബസ്സിലും പോവാം. നമുക്ക് ഇവിടുന്ന് വണ്ടികളെല്ലാം ചെക്ക് ചെയ്ത്, വണ്ടി ചെക്ക് ചെയ്ത് നമ്മളെയും ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റിവിടുള്ളൂ. ഈ വണ്ടികളെല്ലാം മുകളിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നാണ്. രാവിലെ 4 മണി ഇപ്പോൾ ഓപ്പൺ ആയതാണ്. ഇപ്പോൾ സമയം 11:15. ഈ ടെമ്പിള് നമ്മൾ മല കയറി മുകളിൽ ചെല്ലണം. അപ്പോഴാണ് നമുക്ക് ടെമ്പിള് ഭഗവാനെ ദർശിക്കാൻ പറ്റൂ. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ദർശനം എടുത്തുകൊണ്ട് നമുക്ക് നേരത്തെ ടിക്കറ്റ് കിട്ടി. നമ്മുടെ വണ്ടി ഓൾറെഡി ചെക്കിങ് കഴിഞ്ഞിട്ട് അപ്പുറം ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നതാണ്. രാവിലെ ഏകദേശം ഒരു 4 മണി ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടികൾ പോകാൻ തുടങ്ങിയതാണ് കേട്ടോ. ഏകദേശം 30,000-ഓളം പേര് ഇന്ന് സാറ്റർഡേ ആണ്. ഏകദേശം 30,000-ഓളം പേര് സാറ്റർഡേ മാത്രം തൊഴുകുന്നാണ് പറയുന്നത്. ఎన్న దాంట్లో మహాబలిపురం సార్ మధ్యలోనే ఉంది. అది మహాబలిపురం పాండిచేరి మధ్యలో ఎన్న దాంట్లో సార్ ഇതാണ് എൻട്രൻസ്. ഏകദേശം ഇവിടുന്ന് താഴത്തുനിന്ന് 20-22 കിലോമീറ്ററോളം കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ആണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. വണ്ടി ഓൾറെഡി ചെക്കിങ് കഴിഞ്ഞ് അപ്പുറം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞ് ഇവരെല്ലാവരും ബാഗ് ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യും കേട്ടോ. നമ്മുടെ ബാഗ് ഉൾപ്പെടെ എല്ലാം സ്കാൻ ചെയ്താണ് അകത്തേക്ക് ഇടുള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു 5-6 സ്ഥലത്ത് നമ്മൾ നടന്ന് പോകണേ. ഒരു 3-4 മണിക്കൂർ മിനിമം ക്യൂ വേണം. അവിടെ എല്ലാം നമ്മൾ ചെക്കിങ് ചെയ്തിട്ടാണ് വിടുള്ളൂ. ഫോണൊന്നും അലൗഡ് അല്ലാകത്തോട്ട്. ഫോണെല്ലാം നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടിയിൽ വെച്ചിട്ട് പോകണം. അപ്പോൾ അകത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതെ, നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ട, ഇതാണ് മെയിൻ ഗോപുരം. ഇവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി കണ്ടുപിടിക്കട്ടെ. പിന്നെ വണ്ടി കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഇത് നമ്മുടെ കാറാണ് കിടക്കുന്നത്. ബ്ലാക്ക് ഹരിയ. ഭഗവാന്റെ രൂപമായിട്ടാണ് ഈ മലയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. തല, ഉടല്, കാൽപാദം, അങ്ങനെയാണ് നോർമലി ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടി കയറാം. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ വണ്ടി കയറി. ഇല്ലേ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യാം. അത് കട്ട് ചെയ്തു. അല്ല, അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഹോമല്ലേ. അപ്പോൾ നമ്മളൊരു ഹോമൊക്കെ കണ്ടിട്ടാണ് വണ്ടി കയറി. അതാണ് നമുക്ക് സ്പെഷ്യൽ ഒരു എൻട്രി കിട്ടി കയറി. നമ്മൾ രാവിലെ പേരെന്താ? ദിവ്യാനുഗ്രഹ വിശേഷ ഹോമം, അങ്ങനെ ഒരു ഹോമമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് ഒരു മാസം മുമ്പൊക്കെ വരാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് കിട്ടും. എത്രയൊക്കെ ചാർജ് വരുന്നത്? 800 സംതിങ് ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു 2 മണി 2:30 ആകുമ്പോൾ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മെയിൻ ഗേറ്റിൽ നിന്ന് അകത്തേക്ക് പെർമിഷൻ ഇല്ല. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കയറി വരാം. ഹോമം നടക്കുന്ന എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറി വരാം. ഹോമത്തിൻ്റെ ബുക്കിംഗ്. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന്
നമുക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് 50 പേർക്കാണ് ഒരു ദിവസം അലോഡുള്ളൂ. നമ്മൾ രാവിലെ 2 മണിക്ക് വന്ന് ടിക്കറ്റ് എടുത്ത് ഇട്ടാണ് നമുക്ക് കിട്ടിയത്. 50 പേർക്ക് മാത്രമാണ് അലോഡുള്ളൂ. 50 ഒരാൾക്ക് 2 ടിക്കറ്റ് വെച്ച് മൊത്തം 100 പേർക്ക് അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടും. കപ്പിൾസിന് വേണ്ടിയിട്ടാണ്, ഒരു വിവാഹത്തിൻ്റെ അതിനൊക്കെയാണ് മെയിനായിട്ട്. പണ്ട് കപ്പിൾസിന് മാത്രമേ കൊടുത്തുള്ളൂ, ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പിൾ ടിക്കറ്റായിട്ടാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ഒരാൾക്ക് 2 ടിക്കറ്റ്, അതിൻ്റെ ചാർജാണ് തന്നെ 1600 സംതിങ് വരും 2 പേർക്കും കൂടെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ കയറിയത്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ക്യൂ നിൽക്കണ്ട. നോർമൽ നമ്മളൊരു 2 മാസം മുമ്പ് വന്നപ്പോൾ ഒരു 8-9 മണിക്കൂർ, 9 അല്ല 10 മണിക്കൂറിനടുത്ത് നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. വേറെ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് മാത്രം ക്യൂ നിന്നാൽ മതി എന്ന് വിശ്വസിക്കുന്നു, അറിയില്ല. പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരുപ്പതിയിലേക്ക് വരാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടി നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ തരാം. ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ട്, പോകാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ. അപ്പം ഒരു നമ്പർ നമ്മൾ ഇതിൻ്റെ അടിയിൽ തരാം. അപ്പോൾ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും, ഫുഡും അക്കോമഡേഷനും എല്ലാം ഏറ്റവും നിയർ ബൈ നിങ്ങൾക്ക് കിട്ടും. വലിയ ചാർജൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് നല്ല മലയാണ്. ആ മലയുടെ മുകളിൽ വരെ നമ്മൾ കയറണം. നല്ല ഹൈറ്റാണ്. നമ്മൾ താഴെ നിന്ന് കണ്ടില്ലേ, അവിടെ വരെ കയറണം. അവൻ്റെ പകുതി വരെയാണ് പോകുള്ളൂ. അത് കഴിഞ്ഞിട്ട്, പകുതിയല്ല, മുക്കഭാഗം പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇതാണ് താഴേക്കുള്ള വ്യൂ. നമ്മുടെ താഴെ നിന്ന് കയറി വന്നതാണ്. കുറച്ച് ദൂരം എന്തായാലും പോകാനുണ്ട്. കുറച്ചധികം ദൂരം പോകാനുണ്ട്. 20 കിലോമീറ്ററോളം മുകളിലോട്ട് ചെല്ലാനുണ്ട്. അപ്പം നമ്മൾ കയറി പോകുന്ന വഴി 1 വേ ആണ് കേട്ടോ. നമുക്കിതിൽ കയറി പോകാൻ മാത്രമേ പറ്റുള്ളൂ. തിരിച്ചിറങ്ങി തന്നെ വേറെ വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെഹിക്കിൾസും കൊണ്ടുപോകാൻ നമുക്കിത് ആ ഫ്രണ്ടിൽ പോണൊരു ഇവരുടെ ഔദ്യോഗിക വാഹനത്തിൽ, നമ്മുടെ KSRTC ഒക്കെ പോലെ ഇവിടുത്തെ APRTC അതിൽ നമുക്ക് പോകാം. APSRTC അതിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ 150-120 സംതിങ് എങ്ങാണ് അതിൻ്റെ ചാർജ്. 90 റുപ്പീസ്. AC-ക്ക് 120, AC വിത്തൗട്ട് AC വരുന്നത് 90 റുപ്പീസാണ് താഴെ നിന്ന് കയറി വരാൻ. അല്ലാണ്ട് നടന്ന് കയറി പോകാനും ഓപ്ഷനുണ്ട്. നടന്ന് കയറി പോകുമ്പോൾ 10 കിലോമീറ്റർ എന്തോ സംതിങ് ഉള്ളൂ. അത് വേറൊരു വഴിയുണ്ട് അപ്പുറ സൈഡിലൂടെ, 13 കിലോമീറ്റർ. കാറിനാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് മുകളിലോട്ട്. ബസ്സിനൊക്കെ ആണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ നോർമലി എടുക്കും. ഇതാണ് താഴെ നിന്നുള്ള വ്യൂ. Last time not June I am coming like our people. ഡെയിലി ഇത്രയും വണ്ടികൾ വരുത്തി, ഇത്രയും ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിലും എന്ത് നീറ്റായിട്ടാണ് അവർ കീപ്പ് ചെയ്യണമെന്ന് അറിയും. ഈ താഴെ ഒരു കരിയില പോലും കിടക്കാൻ കാണാനില്ല. അത്രയ്ക്ക് നീറ്റാണ്. ഈ താഴെ നിന്ന് നിങ്ങൾക്ക് ജീപ്പിലും കയറി വരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ട്രെയിനൊക്കെയാണ് വരുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ വണ്ടിയില്ല എങ്കിൽ താഴെ നിന്ന് നിങ്ങൾക്ക് ഈ ജീപ്പിലൊക്കെ കയറി വരാം. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുണ്ട്. അപ്പോൾ താഴെ നിന്ന് ഇങ്ങനെ ജീപ്പിൽ കയറി വരാം. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടില്ല അല്ലാണ്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ശ്രീനിവാസ കോംപ്ലക്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് രാവിലെ എത്ര സമയം? ഓക്കെ, 3 സ്ഥലത്തു നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒന്ന് ശ്രീനിവാസ നിവാസ്, ബാലാജി ബസ് സ്റ്റാൻഡ്, വിഷ്ണു നിവാസ്. ഈ 3 സ്ഥലത്തും ടൈം കിത്ര ടൈം ഓപ്പൺ? രാവിലെ 8:30 തൊട്ട് ടിക്കറ്റ് തീരുന്ന വരെ. രാത്രി 8:30 തൊട്ടിട്ട് PM 8:30 PM തൊട്ടിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ടിക്കറ്റ് തീരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്താണ് വരുന്നതെങ്കിൽ അത് സ്പെഷ്യൽ ദർശനമുണ്ടോ? നോർമൽ ദർശനം. അപ്പോൾ നോർമൽ ദർശനമാണ് വരുന്നത്, സ്പെഷ്യൽ ദർശനമല്ല.
അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ 3 പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ അപ്പോൾ ഒരു ടൈം കിട്ടും. ആ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ദർശനത്തിന് വന്നാൽ മതി. ഒരുപാട് നേരത്തെ വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ടൈം പീരീഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലെ ബസ്സിനോ ജീവനെല്ലാം കയറി വരാവുന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിയാണ്. നമുക്ക് കിട്ടിയ ടൈം ആ ഒരു ടൈമിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിൽ വന്നത്. നമ്മൾ ഏകദേശം അവിടെ മുകളിൽ വശത്താറായി. ഇവിടെ നിറച്ച് ഗാർഡനൊക്കെ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ മുകളിലൊക്കെ നിങ്ങൾക്ക് വന്ന് താമസിക്കാം കേട്ടോ. ഹൗ ടു ഇവിടെയൊക്കെ റൂംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്ന് ഇവിടെ താമസിക്കാം. അപ്പോൾ രാവിലത്തെ തന്നെ ദർശനം നിങ്ങൾക്ക് നേരെ, ഇപ്പോൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ദർശനം ചെയ്യാൻ പറ്റും. നേരെ പോയാൽ മതി. റഷ് അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ രാവിലെ തന്നെയാണെങ്കിൽ നേരത്തെ തന്നെ തൊഴുതിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 9 to 10 hours ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇതാണ് എൻട്രൻസ്. In your view, the rush is heavy? This really is also a friend feature. These people who is standing there, they are going outside. ഇത് മുടി മുട്ടയടിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസാണ് കേട്ടോ. മുണ്ടനം ചെയ്യാൻ. Left. അപ്പം ഞാൻ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ഒരു ഗൈഡ് ഉണ്ട് കൂടെ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാൾ വരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. So today it's no crowd, you are saying? No. Crowd is not there. ഇപ്പം ഇന്ന് വലിയ തിരക്കില്ല എന്നാണ് പറയുന്നത്. സാധാരണ സാറ്റർഡേ അപേക്ഷിച്ചിട്ട് ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുംഭമേളയ്ക്ക് പോയിരുന്നു എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല. ഇപ്പം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫെബ്രുവരിയിലാണ്, 2025 ഫെബ്രുവരി. അപ്പോൾ എല്ലാവരും കുംഭമേളയ്ക്ക് പോയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ പുള്ളിയോട്ട് പറഞ്ഞു. തൊഴുതില്ല നിങ്ങൾ 12:30 കയറാൻ ഇവിടെ കൺഫ്യൂഷൻ തന്നെ. അവിടെ പുള്ളിക്ക് ഇങ്ങനെ അങ്ങനെ സെറ്റപ്പ് ഒന്നുമില്ല, 4 മണിക്കാരും വരുമൊന്നുമില്ല. പക്ഷെ പുള്ളി ഒരു കാര്യമുണ്ട് കേട്ടോ, പുള്ളി ഫോൺ റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു വേറെ അറേഞ്ച്മെന്റ് ചെയ്തു. പക്ഷെ നമ്മുടെ പുള്ളി ഒരു കുറച്ച് പൈസയും തിരിച്ചു തന്നു. ബിൽഡിംഗ് ചെറിയ ബിൽഡിംഗ് അല്ല കേട്ടോ, വൻ ബിൽഡിങ്ങുകളാണ്. മൊത്തം VIPസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളുണ്ട്. കുറച്ച് ദൂരം നമ്മൾ മുകളിൽ വന്നിട്ട് താഴത്തെ ഒരുപാട് വരാനുണ്ട് കേട്ടോ. പുള്ളി അങ്ങനെ ഒരു പുള്ളി പറഞ്ഞില്ല, കാലത്ത് നമ്മുടെ വ്യാഴാഴ്ച ശനിയാഴ്ച കാലത്ത് വന്നാൽ തൊഴിക്കാന്നുള്ള വിഷയം ഒന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ വേറൊരാളെ നമുക്ക് കണക്ട് ചെയ്തോളൂ. ഫ്രീ ബസ് വേറെ പൈസ ആയിട്ട് മീൻസ് അപ്പോൾ ഇതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ, പ്രത്യേക ഒരു മൂഡാണ്. നമുക്ക് ഗുണമുണ്ടായത് ഈ പറയും, വേറെ ഗുണമൊന്നുമില്ല. നമ്മളെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു ഹോമത്തിൻ്റെ അവിടെ 2:30 വീട്ടിൽ നിന്നാൽ ആ ഹോമം തൊഴാം. 800 രൂപ വെച്ച് ആ ടിക്കറ്റിനാവും. നമ്മുടെ കൂടെ ആളുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാൻ മുകളിലേക്ക് വണ്ടി കൊടുക്കും വെച്ചാൽ ഒരാൾക്ക്. അത് കപ്പിൾസിനാണ് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് നമ്മുടെ അവിടുന്ന് റൈറ്റ് ഇത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഉള്ളൊന്ന് പടർന്ന് പന്തലിച്ച് ഏക്കർ കണക്കിന് കിടക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാവും. തന്നെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതിലേക്ക് വട്ടം കറങ്ങി പോകും, കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനാവും. ഇതിപ്പോൾ നമ്മുടെ കൂടെ ആളുള്ളതാണ്, പുള്ളി വലത്തോട്ട് പോട്ടെ ഇടത്തോട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് നമ്മൾ വണ്ടി പോവുകയാണ്.
അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി നമ്മുടെ ഇതാതെ ആക്കാണ് നമ്മുടെ പാർക്കിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വണ്ടി ഇടുന്നത്. വലിയൊരു കുളം താഴെയുണ്ട്. ഇല്ല കൊച്ച് ദൈവമേ, പിള്ളേരൊക്കെ ഓടിപ്പാഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുവാണ്. പിള്ളേരെയും ശ്രദ്ധിക്കില്ല, പിള്ളേരും ശ്രദ്ധിക്കില്ല. അതൊക്കെയാണ് ഒരു പ്രശ്നം. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ഇരിക്കല്ല. അപ്പോൾ This is the 300 rupees entrance. But okay. Sir, it's normal restaurant, sir. You can go and you come in. വലിയ റഷില്ല, അതുകൊണ്ട് 2-3 മണിക്കൂറിനുള്ളിൽ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും ഇവിടം വരെ ഉള്ളൂ, ഫോൺ ഇവിടം വരെ ഉള്ളൂ. പോയി തൊഴുതിട്ട് വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇതൊക്കെ 300 രൂപ ടിക്കറ്റാണോ പോണേ? അതൊക്കെ 300 രൂപ സ്പെഷ്യൽ ദർശനമാണോ? 300 റുപ്പീസ്. 100 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, ഫ്രീ ദർശനമുണ്ട്, 300 രൂപ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ പോട്ടെ. നമ്മൾ കുറേ അകത്തോട്ട് കയറി വന്നുണ്ടോ അല്ലേ? പോലീസുകാർ കൈമുക്കെ പിടിച്ച് പയ്യെ നടന്നു പോവാണ്. പോലീസാണത്. ഇവിടം വരെ ഉള്ളോ? Vehicle that side, this side only, sir. Where is good? It's nearby both. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം സമയം 5:15 നമ്മൾ 300 രൂപയുടെ പാസ് എടുത്തുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂറിനടുത്താണ് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ സമയം 5:15. അപ്പോൾ നമ്മൾ തിരിച്ച് ലഡുവൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഓക്കെ. തിരുപ്പതി ടൗണല്ലേ ഇത്? അത് സാധാ നോർമൽ റോഡാട്ടാ ആണോ? അല്ലേ? അപ്പോൾ രാവിലെ നമ്മൾ ഈ വഴിക്കാണ് കയറിപ്പോയെ. തിരിച്ച് ഈ വഴിക്ക് ബസ് ഇറങ്ങി തന്നെ വഴിക്കാണ് ഇറങ്ങി തന്നെ. ഇതിലെ എൻട്രൻസിൽ കയറിപ്പോയിട്ട് ബസ് ഇറങ്ങി തന്നെ തിരിച്ചിറങ്ങി വന്നു. ഇതിൻ്റെ അകത്തുകൂടെ പോയിട്ട് റൈറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പറഞ്ഞ യാഗം നടക്കുന്ന സ്ഥലം. അവിടെ നമ്മൾ രാവിലെ 2 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി ക്യൂവിൽ നിൽക്കാം. ആദ്യം ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. 300 രൂപ ടിക്കറ്റിൻ്റെ ഉള്ള ഇത് കിട്ടും നമുക്ക്. അങ്ങനെയാണെങ്കിൽ 2-2.5 മണിക്കൂറിനടുത്ത് മാത്രം ക്യൂവിൽ നിന്നാൽ മതി. ഓക്കെ, താങ്ക് യു.